ഒന്ന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ്. ഇത് ടയർ 1 സ്പോൺസർഷിപ്പ് ആണ്. ഇതിൽ ഇവന്റിന്റെ നെയിമിനോട് കൂടെ ബ്രാൻഡ് നെയിം എപ്പോഴും മെൻഷൻ ചെയ്തിരിക്കണം. ഈ എക്സാമ്പിൾ ടാറ്റ IPL. 2 പവേർഡ് ബൈ സ്പോൺസർഷിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടയർ ഓഫ് സ്പോൺസർഷിപ്പ് ആണ്. ഇതിൽ നമ്മുടെ ബ്രാൻഡ് നെയിംസ് ഇവന്റെ ഓരോ ഹൈലൈറ്റ് മൊമെന്റ്സിലും മെൻഷൻ ചെയ്തിരിക്കും. 3 കാറ്റഗറൈസ്ഡ് സ്പോൺസർഷിപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ബ്രാൻഡിനെ സ്പെസിഫിക് കാറ്റഗറിയിൽ നിന്ന് ഓൺബോർഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. എക്സാമ്പിൾ ഒഫീഷ്യൽ ടിക്കറ്റിംഗ് പാർട്ണർ, ഒഫീഷ്യൽ ഡ്രിങ്കിംഗ് പാർട്ണർ എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. 4 ഇൻകം സ്പോൺസർഷിപ്പ്. ഇവിടെ നോ ഫൈനാൻഷ്യൽ ഇൻവോൾവ്മെന്റ്, അതിന് പകരം ബ്രാൻഡിന്റെ സർവീസോ പ്രൊഡക്റ്റോ ആയിരിക്കും ഇൻവോൾവ് ആവുന്നത്. 5 മീഡിയ സ്പോൺസർഷിപ്പ്. ഇവിടെ മീഡിയ ഹൗസസ് നമ്മുടെ ഇവന്റിനെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മൾ അതിന് പകരം ഈ മീഡിയ ഹൗസസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. എക്സാമ്പിൾ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ എന്നൊക്കെ കണ്ട് നമ്മളെ കാണിക്കുമല്ലോ, അതാണ് മീഡിയ സ്പോൺസർഷിപ്പ്. 6 ഡിജിറ്റൽ സ്പോൺസർഷിപ്പ്. ഇവിടെ നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ മാത്രമായിരിക്കും സ്പോൺസറിനെ മെൻഷൻ ചെയ്യുന്നത്. 7 വെന്യൂ സ്പോൺസർഷിപ്പ്. അത് ആ പേര് തന്നെ ക്ലിയർ ആണല്ലോ. 8 സെഗ്മെന്റ് സ്പോൺസർഷിപ്പ്. അതായത് ഒരു 2 ഡേ ഇവന്റ് ആണെങ്കിൽ അതിൽ 1 hour DJ പാർട്ടി ഒരു ബ്രാൻഡ് മാത്രം സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സെഗ്മെന്റ് സ്പോൺസർഷിപ്പ് എന്ന് പറയുക. 9 എക്സ്പീരിയൻസ് സോൺ സ്പോൺസർഷിപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ബ്രാൻഡ് വന്നിട്ട് അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നു. ഇവിടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇവന്റ് ഓർഗനൈസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുന്ന ഓഡിയൻസിന് ഒരു ഗെയിമിഫിക്കേഷൻ എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ്സ് ഓൾ.